ഹായ് പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിലമ്പൂർ വന്നിരിക്കുകയാണ്. നിലമ്പൂർ കുരിശ് പാറ കാണാനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നിലമ്പൂരിലുള്ള ചന്തക്കുന്ന് എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നും അകമ്പാടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് പിടിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അകമ്പാടത്ത് നിന്നും ഒരു ഓട്ടോ പിടിച്ചു. 50 രൂപ കൊടുത്തിട്ട് ഈ കുരിശ് പാറയുടെ താഴെ വന്നിരിക്കുകയാണ്. 4 മണി ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് നല്ല വെയിലുണ്ട്. ഈ വെയിലത്ത് വേണം ഇതിൻ്റെ മേലെ കയറി പറ്റാനായിട്ട്. ഈ പാറയാണെങ്കിൽ ദോശക്കല്ല് പോലെ ഇങ്ങനെ ചുട്ട് പഴുത്ത് കിടക്കുകയാണ്. നമ്മൾ ചെരുപ്പിടാണ്ടൊക്കെ നടക്കുകയാണെങ്കിൽ ദോശ ചുടണ പോലെ അങ്ങനെ ശീ എന്നുകൊണ്ട് സൗണ്ട് കേൾക്കും. ഇതിങ്ങനെ കുത്തനെയുള്ള പാറയായതുകൊണ്ട് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് താഴെ വരെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് വലിയ ആനച്ചങ്ങല ഇങ്ങനെ ഞാത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ സഹയാത്രികൻ ബാബു ഇവിടെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാറയുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന കാഴ്ചയാണിത്. അപ്പോൾ കഠിനവും ക്ലേശകരവുമായ ഈ യാത്ര നമുക്ക് ആരംഭിക്കാം. അയ്യോ, ഈ പാറ മൊത്തം കയറി എത്തണ്ടേ. ഇത് കണ്ടില്ലേ, ഇത് കുത്തനെയുള്ള ഒരു പാറയാണ് കേട്ടോ. ഈ കുരിശുപാറ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഇതിൻ്റെ മേലേക്ക് കയറാനായിട്ട്. തൃശ്ശൂരിൽ നിന്ന് 2 പ്രാന്തന്മാർ വന്നിട്ട് ഉച്ച നേരത്ത് വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറുന്ന അതിഭീകരമായ കാഴ്ച അങ്ങനെ പറയേണ്ടി വരും. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിഭീകരം, കൊടും ഭീകരം. ഈ മല ഇവിടെ ചങ്ങല കിട്ടിയിട്ടുണ്ട് മേലേക്ക് കയറാനായിട്ട്. മേലെ കയറി ഞങ്ങൾ തിരിച്ച് വന്നു എന്ന് പറയാനേ പറ്റും. വളരെ കുത്തനെയുള്ള ഒരു പാറയാണത്. വളരെ കുത്തനെ, നേരെ എന്താ പറയുക 45 ഡിഗ്രി അല്ല പറയാം, 45 ഡിഗ്രി. അതന്നെ, 90 ഡിഗ്രിയാണ്, ഏതൊരു ഡിഗ്രി. ആ ഡിഗ്രി നേരെ മേലേക്ക് പോകുന്ന സാധനമാണ്. ആ ചെക്ക അവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനെങ്ങനെ അവിടേക്ക് എത്താന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. Don't try to imitate me, okay? കണ്ടാ, സീനൊക്കെ മാറി തുടങ്ങിയിട്ടാ. ഇവിടെ എല്ലായിടത്തും പർവ്വതനിരകൾ, ഗിരിനിരകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഹായ്, നല്ല ഭംഗിയാണ്. ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കാണുന്നൊരു സീനുണ്ട്. അതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഒരു കുരിശും ഓം ചിഹ്നവും. ഇത് നോക്കിയാൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇനി ബാബുവിന് വേണ്ടിയിട്ട് കുരിശ് മുറിക്കേണ്ടി വരുന്ന തോന്നണത്. അവൻ പറയുന്നത് ഇതാണ് കൂടുതൽ എളുപ്പമെന്നാണ്. ആയിക്കോട്ടെ. ഈ മലയുടെ മുകളിലേ വല്ലാത്തൊരു കാറ്റാണ് കേട്ടോ. നമ്മുടെ മൊബൈലൊക്കെ തട്ടി പറിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വലിയ കാറ്റ്. ഇത് നമ്മുടെ കേരളത്തിലെ അഡ്വഞ്ചർ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ബെസ്റ്റ് സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ വേണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അവിടെ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. സൂം ചെയ്യുമ്പോൾ കാണാം. ഈ കയറുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ എന്താ പറയുക, അത്യന്തം ഭീകരവും ബീഭത്സവുമായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ടേ. അതേ കണ്ട, ബാബു കണ്ട ഇരുന്നിട്ട് ഇറങ്ങണത്. അവൻ ഇരുന്നിട്ട് ഇറങ്ങിയത്, ഞാൻ നിരങ്ങിയിട്ട് ഇറങ്ങിയത്. ഞാൻ എൻ്റെ ഷൂ ഒക്കെ അഴിച്ചു വെച്ചു കേട്ടോ. ഷൂ ഒക്കെ അഴിച്ചു, സോക്സും അഴിച്ചു. കാരണം ഒരു ഗ്രിപ്പ് കിട്ടണില്ല താഴത്തേക്ക് ഇറങ്ങാനായിട്ടേ. കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഇങ്ങനെ ഒരു പരപ്പനായിട്ടുള്ള സ്ഥലം, ഒരു റോഡിൻ്റെ വീതിയൊക്കെ ഉണ്ട് ഇവിടെ കാണുമ്പോൾ അല്ലേ. ഇവിടെ ഇങ്ങനെ കുറച്ച് പാറകളൊക്കെ അടക്കി വെച്ചോണ പോലെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും താഴത്തേക്ക് വീഴില്ല എന്നുള്ളൊരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് ഒരു വേറൊരു പാറ നിൽക്കുന്നത്, മുറിച്ച് വെച്ച പോലെ ഉള്ളതല്ലേ. പക്ഷെ ഇങ്ങനെ നടന്ന് പോയിട്ടേ പിന്നെ ഈ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ
ഭീഷണിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ താഴത്തേക്ക്. ഇവിടെ തന്നെ ഇറങ്ങി ചെല്ലണം ഇനി. ഞാൻ അടുത്ത പണി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വ്ളോഗറാണ് ഇറങ്ങി വരുന്നത് കേട്ടോ. ജോബി അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ വീഡിയോ ഓഫാക്കി പോടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, താഴത്ത് സുരക്ഷിതമായി എത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ജോബ്സ് വ്ളോഗ്.